ഓപ്പോ റെനോ 14 എന്ന ഫോൺ എടുക്കാൻ പോകുന്ന വ്യക്തികൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം വാങ്ങണോ വേണ്ടതെന്ന് ആലോചിക്കൂ. ഓപ്പോ ഫോൺ എടുക്കണമെങ്കിൽ 38,000 രൂപ കൊടുക്കണം. എന്നാൽ 30,000 രൂപയ്ക്ക് ഇതിനെക്കാട്ടിലും ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് ബെസ്റ്റ് ഫീച്ചറുള്ള വേറൊരു ഫോണുണ്ട്, മോട്ടോ എഡ്ജ് 16 പ്രോ. അപ്പോൾ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ലൈഫ് അതിൽ കിട്ടുന്നുണ്ട് എന്ന് കുറേ സ്ഥലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൽ ആ ഫോണിനെക്കാട്ടിലും എന്താണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ക്യാമറ, പിന്നൊന്ന് ഇതിൻ്റെ ഡിസൈൻ. ഇത് ഫ്ലാറ്റായിട്ട് ഐഫോൺ മോഡലുള്ളൊരു ഡിസൈനാണ്, പക്ഷേ അത് കർവ് ഡിസ്പ്ലേ ആണ്. കർവ് ഡിസ്പ്ലേ ഇഷ്ടമുള്ള വ്യക്തികൾക്ക് ആ ഒരു ഫോൺ വാങ്ങാം. പ്രൊസസ്സർ ഏകദേശം രണ്ടും സെയിം ആണ്, പക്ഷേ സ്റ്റോറേജ് ടൈപ്പും റാം ടൈപ്പും ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള വേർഷനാണ് മോട്ടോ എഡ്ജ് 16 പ്രോയിലുള്ളത്. UFS 3.1 ആണ് ഇതിലുള്ളത്, പക്ഷേ അതിൽ 4.0 ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് അതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ അതിൽ വയർലെസ് സപ്പോർട്ടുണ്ട്. ഇതിൽ ആ ഒരു തേങ്ങയും കായൊന്നുമില്ല. ഇതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും അതിലുമുണ്ട്. ഇത് മെറ്റൽ ഫ്രെയിമാണ്, പക്ഷേ അതിൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. ഇതൊക്കെയാണ് വ്യത്യാസം. ബാക്കിയെല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയാണ്. അപ്പോൾ 38,000 രൂപ കൊടുത്തിട്ട് ഒരു ക്യാമറ ഫോണും അതേപോലെ ഐഫോൺ മോഡലായിട്ടുള്ളൊരു ഫോൺ വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു ഫോൺ വാങ്ങാം. പക്ഷേ 38,000 രൂപയിൽ നിന്ന് 8,000 രൂപ കമ്മിയാക്കി 30,000 രൂപയ്ക്ക് ഒരു അടിപൊളി ഫോൺ, അതായത് നല്ല ബാറ്ററി ലൈഫ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, അടിപൊളിയായിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ, ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും തീർച്ചയായിട്ടും കണ്ടുമുടി എടുക്കാൻ പറ്റുന്നൊരു ഫോൺ തന്നെയാണ് മോട്ടോ എഡ്ജ് 16 പ്രോ. ഉപയോഗിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക.